ഒരു വയസ്സിന് ശേഷം പശുവിൻ പാൽ നൽകുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കാമെന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുന്നത്. പശുവിൻ പാൽ കൊടുക്കാമോ, ഫോർമുല തന്നെ മതിയോ, എത്ര അളവിൽ കൊടുക്കാം, എങ്ങനെ കൊടുക്കാം, എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കാം എന്നിവയൊക്കെയാണ് നമ്മൾ ഇന്ന് വിശദമായി മനസ്സിലാക്കുന്നത്. വീഡിയോ കാണുന്നവർ എല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോ ലൈക്ക് ചെയ്യുക. ഉപകാരമാണെന്ന് തോന്നിയാൽ എല്ലാവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. പശുവിൻ പാൽ ഒരിക്കലും ഒരു വയസ്സിന് മുമ്പ് ശുപാർശ ചെയ്യില്ല. കാരണം കുഞ്ഞിൻ്റെ ശരീരത്തിലെ അയണിൻ്റെ ആഗിരണം ഇത് തടസ്സപ്പെടുത്തുന്നു. അതിനാൽ അനീമിയ അല്ലെങ്കിൽ വിളർച്ച വരാൻ സാധ്യതയുണ്ട്. പ്രോട്ടീൻ അളവ് കൂടുതലായതിനാൽ കുട്ടികൾക്ക് മൂത്രാശയ പ്രശ്നങ്ങൾ ഉണ്ടാവാനും സാധ്യത കൂടുതലാണ്. അലർജി മൂലമുള്ള ചൊറിച്ചിൽ, കോളിക്ക്, കോൺസ്റ്റിപ്പേഷൻ ഇവയൊക്കെ പ്രശ്നമാകാം. ആദ്യമായി ചെറിയ അളവിൽ 30 മുതൽ 50 മില്ലി മാത്രം വെള്ളം ചേർത്ത് നൽകുക. 2 മുതൽ 3 ദിവസം കൊടുത്ത് കുഴപ്പമൊന്നുമില്ല എങ്കിൽ അളവ് കൂട്ടാം. ഒരിക്കലും രാത്രിയിൽ കൊടുക്കാതിരിക്കുക. പാലിൻ്റെ നിറം, മണം ഇവയൊക്കെ ശ്രദ്ധിച്ച ശേഷം മാത്രം കൊടുക്കുക. പോഷക ഗുണങ്ങൾ: കാൽഷ്യം എല്ലുകളുടെയും പല്ലുകളുടെയും ശക്തിക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രോട്ടീൻ ശരീര വളർച്ചയ്ക്ക് പ്രദാനം ചെയ്യുന്നു. ഫാറ്റ് അല്ലെങ്കിൽ കൊഴുപ്പ് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് സഹായിക്കുന്നു. പക്ഷേ അയൺ അല്ലെങ്കിൽ ഇരുമ്പ് പശുവിൻ പാലിൽ കുറവാണ്. അതിനാൽ തന്നെ പാല് കൊടുക്കുന്നതിനോടൊപ്പം പച്ചക്കറികൾ, പഴങ്ങൾ, മുട്ട ഇവയൊക്കെ നൽകുക. പാല് കൊടുക്കുമ്പോൾ കുഞ്ഞിന് ചർമ്മത്തിലെ ചുവപ്പ്, വയറുവേദന, ഛർദി, ശ്വാസതടസ്സം ഉണ്ടോ എന്നൊക്കെ ശ്രദ്ധിക്കുക. ഉണ്ടെങ്കിൽ തന്നെ ഡോക്ടറെ കാണിക്കുക. ഡബിൾ ടോണ്ട് അല്ലാത്ത മുഴുവൻ പാല് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാല് തിളപ്പിച്ച് 15-20 മിനിറ്റ് ശേഷം തണുപ്പിച്ച ശേഷം മാത്രം നൽകുക. ബോട്ടിൽ ഒഴിവാക്കുക. ഈ പ്രായത്തിൽ കപ്പിൽ തന്നെ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. പാല് മാത്രം കൊടുക്കാനും പഴങ്ങളും പച്ചക്കറികളും മുട്ട എന്നിവയൊക്കെ നൽകാം. ദിവസവും 300 മുതൽ 400 ml മാത്രം കൊടുക്കുക. കൂടുതൽ കൊടുക്കുന്നത് വിളർച്ചയ്ക്ക് സാധ്യതയുണ്ട്. ഫോർമുല പാൽ തുടരാമോ? ഫോർമുല മിൽക്ക് ഒരു വയസ്സിന് ശേഷം തന്നെ നൽകുവാൻ കുഴപ്പമില്ല. ഫോർമുല മിൽക്കിൽ വൈറ്റമിൻ, omega-3 ഫാറ്റി ആസിഡ്, പ്രോബയോട്ടിക്സ് എന്നിവ അടങ്ങിയിരിക്കുന്നു. എന്നാൽ ഒരു വയസ്സിന് ശേഷം പശുവിൻ പാൽ കുഞ്ഞിന് സമീകൃത ആഹാര രീതിയിൽ ഉൾപ്പെടുത്താം. അതിനാൽ തന്നെ പശുവിൻ പാൽ തന്നെ നൽകണമെന്ന് നിർബന്ധമില്ല. കുഞ്ഞിന് പോഷകക്കുറവ്, പ്രീമച്വർ ബേബി, തൂക്കക്കുറവ് എന്നിവയ്ക്കുള്ള സാഹചര്യങ്ങൾ ഡോക്ടർമാർ ഫോർമുല മിൽക്ക് ശുപാർശ ചെയ്യുന്നു. ചില കുഞ്ഞുങ്ങൾക്ക് പശുവിൻ പാൽ ദഹിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം പ്രോട്ടീൻ അലർജി ഉണ്ടാകാം. ഈ സാഹചര്യത്തിലും ഫോർമുല മിൽക്ക് നൽകാവുന്നതാണ്. പശുവിൻ പാൽ അലർജി ഉള്ളപ്പോൾ കുഞ്ഞിന് മതിയായ കാൽഷ്യം പ്രദാനം ചെയ്യുന്ന മറ്റ് ഫുഡ്സ് എന്തൊക്കെയെന്ന് നോക്കാം. ബദാം പാൽ, ഓട്ട് മിൽക്ക്, സോയ മിൽക്ക്, തേങ്ങാപ്പാൽ ഇവയൊക്കെ നൽകാം. കേർഡ്, യോഗർട്ട്, പനീർ, പച്ചക്കറികൾ അല്ലെങ്കിൽ ബ്രൊക്കോളി, ചീര, മുരിങ്ങ, സീഡ്സ് ആൻഡ് നട്ട്സ്, എള്ള്, ബദാം, ചിയ സീഡ്സ്, അത്തിപ്പഴം, ഈന്തപ്പഴം, മുളപ്പിച്ച പയർ വർഗ്ഗങ്ങൾ, കടല, റാഗി ഇവയൊക്കെ മികച്ച കാൽഷ്യം സ്രോതസ്സുകളാണ്. കുഞ്ഞുങ്ങൾക്ക് പശുവിൻ പാൽ നൽകുന്നതിനെ പറ്റി ഇനിയും സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്